ഞങ്ങൾ എണീറ്റു പല്ലൊക്കെ തേച്ചു ഒന്ന് ഫ്രഷ് ആയിട്ട് കേട്ടോ. ഞങ്ങൾക്കൊന്നും കഴിക്കാൻ ഇന്നിവിടെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളിവിടെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട്, അവിടെ പോയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. ചോറ് വയ്ക്കാനൊന്നും വെള്ളം വെച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ ദൃശ്യക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പോയി മേടിച്ചിട്ട് വരാം. നമുക്ക് ചപ്പാത്തിയോ പൊറോട്ട മേടിക്കുന്നുണ്ട്? പൊറോട്ടയാണ് കേട്ടോ അവൾക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് മേടിക്കാം. ഞങ്ങൾ വണ്ടി തറവാട്ടിലാണ് വെച്ചേക്കണത്. ഓക്കെ, അല്ല തീ ഇപ്പം ഇന്ന് കത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ മഴ നനവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ തറവാട്ടിലാണ് കേട്ടോ ഞങ്ങൾ വണ്ടി വെച്ചേക്കണം. ഇന്നലെ ദിയ വാനിലല്ലല്ലോ സ്കൂളിലേക്ക് പോയത്. എണീക്കാൻ തന്നെ നേരം വൈകിയത് കൊണ്ട് അവളെ ഞാൻ സ്കൂട്ടിയിലാണ് കൊണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇന്നലെ നേരെ വരുമ്പോൾ തറവാട്ടിൽ വെച്ചു. നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് നേരെ പോകുന്ന വഴി ബ്ലോക്കാണ്. അവിടെ കാനഡ പണി നടക്കുന്നുണ്ട്. അപ്പോൾ കാനഡ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് അത് കൂടെ പോവാം. അപ്പോൾ വണ്ടി ഇന്നലെ സ്കൂട്ടിയിൽ പോയിട്ട് നേരെ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ വരാൻ എളുപ്പം. ഇപ്പോൾ ഞങ്ങൾ പ്രസവമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇറങ്ങിയതൊക്കെ നമ്മുടെ വീടിൻ്റെ പടിയിലല്ല, തറവാടിൻ്റെ മുന്നിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. ആ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഉണ്ട് വണ്ടിയിൽ. റേഡിയോയുടെ സൗണ്ട് വെക്കാം. മാമ ഇവിടെ റേഡിയോ വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ട്. ഞങ്ങളുടെ സ്വന്തം ഗ്രൗണ്ടാണ്. ഇവിടെയാണ് ദിയൊക്കെ കളിക്കുക. അത് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജിമ്മിൻ്റെ ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു അംഗനവാടിയാണ് അത് കാണുന്നത്. അത് വലിയ കാണുന്നത് ഇൻഡോർ സ്റ്റേഡിയമാണ് കേട്ടോ. ഈ വോളിബോളൊക്കെ കളിക്കാനുള്ള സ്റ്റേഡിയമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രൗണ്ടാണ്. നമുക്ക് ഇവിടെ പശുക്കൾ ആടുകളൊക്കെ മേയ്ക്കാനൊക്കെ ആണെങ്കിൽ മാമൻ ഇവിടെയാണ് പശുവിനൊക്കെ മേയ്ക്കുക. അപ്പോൾ ഞങ്ങളുടെ കളിസ്ഥലമാണത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കടയിൽ. അപ്പോൾ ഇതാണ് കേട്ടോ കട. ഞങ്ങളുടെ പത്തിരിക്കാൻ്റെ കടയാണ്, ചപ്പാത്തി കട. അതുണ്ടോ പറഞ്ഞോ, തന്നെ മേടിക്കാം. ആറ് പൊറോട്ട ഒരു കുറുമക്കറിയും പാർസല്. ഇതാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. നമുക്കൊന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാവാം. എന്താ പറഞ്ഞു? 6 പൊറോട്ട ഒരു കുറുമക്കറി. നമ്മൾ ഇപ്പോൾ ഇറച്ചിക്കറിയൊന്നും നമ്മൾ മേടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കൃഷിക്ക്. ഇപ്പോൾ പ്രസവിച്ച് കിടക്കണ കാരണം കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറച്ചിക്കറിയൊക്കെ മേടിച്ച് കൊടുക്കുന്നുള്ളൂ അല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ മേടിച്ച് കൊടുക്കുള്ളൂ അല്ലേ അമ്മയ്ക്ക്. എന്നാലും ഇതിലെടുത്ത് 2 വട്ടം കഴിച്ചിട്ടുണ്ട്. ഒരു വട്ടം മാമൻ ബീഫിൻ്റെ കറി ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ അതുപോലെ കൃഷിയുടെ വല്യമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പത്തിരിക്കാൻ്റെ കട. ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വിലക്കുറവാണ്. ഒരു ദോശ അല്ലെങ്കിൽ ഒരു പൊറോട്ട അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ഇതിനൊക്കെ 8 രൂപ 6 രൂപ 9 രൂപ അങ്ങനത്തെ റേറ്റിലുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് പെട്ടെന്ന് വന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു കടയാണ്. ഇത് കേച്ചേരി വടക്കാഞ്ചേരി റൂട്ടാണ് കേട്ടോ. അത് വടക്കാഞ്ചേരിക്കുള്ള റോഡ്. ഇത് നേരെ കാണുന്നത് കേച്ചേരി പറഞ്ഞാൽ ഗുരുവായൂരാണ് മെയിൻ റൂട്ട് നമ്മൾ പറയാം. ഗുരുവായൂർക്കൊക്കെ പോകുന്നവർ ഈ റൂട്ടിലൂടെ പോകട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് നമുക്കൊരു 150 മീറ്റർ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അപ്പോൾ അത് വരുന്നു കിട്ടിയാ തരാൻ പറയും. എത്ര പറഞ്ഞ റേറ്റ്? എത്ര 28 അല്ല 78. അവള് കേട്ടത് 28 എന്നാ കേട്ടത്. വെള്ളം വേണ്ട, പിന്നെ വരാ പറയും. ശരി. അപ്പോൾ ഞങ്ങൾക്ക് മേടിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് പടയ്ക്കാം അല്ലേ. ശരിക്കും ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ കാണുന്ന വഴിയാണ് നമ്മുടെ വഴി. പക്ഷെ ഇവിടെ കാനഡ പണി നടക്കുകയാണ്. ദൃശ്യ ഒരു ഏകദേശം ഒരു 8 മാസമായപ്പോൾ തൊട്ടിട്ട് കാനഡ വർക്ക് ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. മഴ പെയ്തപ്പോഴാണ് ഇവിടെ കാനഡ പണി തുടങ്ങിയത് കേട്ടോ. നമ്മുടെ അവിടെ എങ്ങനെയാണ്, നിങ്ങളുടെ അവിടേക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും വർക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല. സ്ലാബൊക്കെ ഇനി ഇടാൻ കിടക്കണപ്പോൾ സ്കൂൾ വണ്ടി വരുന്നത് ഇവിടെയാണ് കേട്ടോ. അല്ല പിന്നെ ഇവിടെ അല്ലേ സ്കൂൾ വണ്ടി വരിക? ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. അതായത് ഗ്രീൻ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ കണ്ടോ. ഇത് ഇവിടുന്ന് ഒരു ആരോ മാർക്ക്. അപ്പോൾ ഇതാണ്
ഇത് ജോണിയപ്പൻ്റെ കട എന്ന് പറഞ്ഞാൽ ആ കടയുടെ ആളുടെ വീടാണ് കേട്ടോ. ഈ വീടൊക്കെ നമ്മൾ പണിതിട്ടുള്ള കേട്ടോ. ഞാനൊക്കെ ഒരു 10-15 വർഷം മുന്നേ മാമനൊക്കെ കൂടിയിട്ട് പണിതിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ വഴിയിലേക്ക് തൃശ്ശൂർ പൂരത്തിനൊക്കെ പന്തലിടുന്ന ആളുടെ സാധനങ്ങളാണ് അവിടെ കിടക്കുന്നത്. ആ റൈറ്റ് സൈഡിൽ നമ്മൾ ആദ്യം കണ്ടത്. ഇടതും വലതൊക്കെ ആയിട്ട് ഗംഭീര വീടുകളാണ് കേട്ടോ നമ്മുടെ ഈ വഴിയിൽ. ഫിലിം നഗർ എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളും 2 നില വീടാണ്. എല്ലാവരും നല്ല അടിപൊളി ജോലിക്കാരാണ് കേട്ടോ. ഇതിലുള്ളതിലിപ്പോൾ നമ്മുടെ വീട് മാത്രമാണ് ഏറ്റവും ചെറുത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കാറിനെ ടാർപ്പാക്കി ഇട്ട് വെച്ചിരിക്കുന്നത് ഒരു കാർ വർക്ക്ഷോപ്പാണ് കേട്ടോ. രമേശേട്ടൻ്റെ വീടാണ്. നമ്മൾ കുടിവെള്ളത്തിനൊക്കെ അങ്ങോട്ട് പോവാം. പാച്ച് വർക്കൊക്കെയാണ് ആളുടെ വർക്കുകൾ. നമ്മുടെ വീടെത്തിയിട്ടാണ് നേരെ കാണുന്നത്. ഈ കാണുന്ന ഓട് വീടാണ് നമ്മുടെ വീട്. നമ്മൾ വീടെത്തി. അപ്പോൾ നമുക്ക് പൊറോട്ട കഴിക്കാം. വാ അപ്പോൾ നമ്മുടെ കുട്ടിയേട്ടാ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ശനിയാഴ്ചയല്ലേ. അപ്പം ഇന്ന് നമ്മുടെ മോളാണ് ഇന്ന് പാത്രമൊക്കെ കഴുകണത്. സംഭവം അവൾക്ക് 6 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ഇത് ചെയ്യിപ്പിക്കണതല്ല, മൂപ്പര് തന്നെ ചെയ്യണതാണ് കേട്ടോ. ചില സമയങ്ങളിലൊക്കെ ആളുടെ പാത്രമൊക്കെ കഴുകി വയ്ക്കും. അപ്പം അതൊരു നല്ല കാര്യമാണെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെന്താണെന്നുള്ളത് നിങ്ങളും കൂടി പറയണം കേട്ടോ, വീഡിയോ കാണുന്നവർ. ആൾക്ക് അങ്ങനെയൊന്നുമില്ല. അടിച്ചു വാരും, പാത്രമൊക്കെ കഴുകും, പിന്നെ തുണികളൊക്കെ അവളുടെ തുണിയൊക്കെ അവൾ തന്നെ ചില സമയങ്ങളിൽ തിരുമ്പും. ഇല്ലേ അതെത്താ? ഇതൊക്കെ ചെയ്യണത് ആരെങ്കിലും ചെയ്യാൻ പണ്ട് ചെയ്യണതാണോ അതെത്താ? പറ്റണത് അതെ അല്ലേ, സ്കൂളില്ലാത്തപ്പോൾ പറ്റണത് ചെയ്യണതാണ് അല്ലേ. സോപ്പൊക്കെ ഇട്ടിട്ടാണ് കഴുകണത് കേട്ടോ. നന്നായി വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കണം കേട്ടോ. പിന്നെ സോപ്പും പതയൊന്നും അതിലുണ്ടാവരുത് കേട്ടോ. കണ്ട, ഞങ്ങളിത് പൊറോട്ട കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കപ്പില്ലേ ഇതിലപ്പോൾ കപ്പെടുത്തിട്ട് കഴുകും. കണ്ട എൻ്റെ കുട്ടി കണ്ടോ ഒക്കെ കഴുകി വയ്ക്കണേ. ഇതാണ് പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള ഗുണം. ഇനി അച്ഛൻ ലാസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കഴുകിയെടുക്കാം കേട്ടോ. അച്ഛൻ ലൈറ്റ് പിടിക്കാം. ചായ ഇനി അടുത്തത് തൽക്കാലം ഇപ്പം നമ്മൾ 3 പ്ലേറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ 3 പേർക്ക് കഴിക്കാനുള്ളത്. ഉണ്ണിവായൊന്നും കഴിക്കാറായിട്ടില്ലല്ലോ അല്ലേ. പിന്നെ ഇനി അച്ഛൻ വേണമെങ്കിൽ ഇതിൽ മുക്കാം. എന്നിട്ട് ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ മാറ്റാം. എന്നാ പിടിക്കും. ഓക്കെ, അപ്പം ഞങ്ങൾ പാത്രമൊക്കെ കഴുകിയെടുത്തു കേട്ടോ. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ആരാ പൊറോട്ട വിളമ്പണേ? അതെയാ, പൊറോട്ട വിളമ്പണക്ക് ആരോ നോക്കട്ടെ. അവിടെ വെച്ചോ, മുകളിൽ വെച്ചോ. ആ പുതപ്പൊക്കെ ഒന്ന് മാറ്റി വയ്ക്കരുത്. പക്ഷേ അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കാം. നോക്കട്ടെ എൻ്റെ കുട്ടി എങ്ങനെ വിളമ്പണം നോക്കട്ടെ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തന്നെ കടയിൽ പോയി മേടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഇന്നലെ വരെ മാമൻ കൊണ്ടുവന്നു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അമ്മായിക്ക് അത്ര ആരോഗ്യമൊന്നും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രായത്തിൻ്റേതായ അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ അവർ നമുക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തരിക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മളത് പറഞ്ഞു, വേണ്ട മാമ, ഞങ്ങളത് കടയിൽ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. പിന്നെ വിശപ്പുള്ള ഒരു സമയമാണ് എനിക്കായാലും ഋഷിക്കായാലും. അപ്പോൾ നമുക്കത് പോരായ്മയൊക്കെ വരുകയാണ് കൊണ്ടുവന്ന് ഭക്ഷണം കൊണ്ടുവന്നാൽ കൂടി ഞങ്ങൾ വേറെ മേടിക്കേണ്ട ഒരു ഇതാണ്. അപ്പം നമുക്കൊരു പരിധി ഉണ്ടല്ലോ, ഇത്ര കൊണ്ടുവരാൻ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇപ്പോൾ എന്നാലും ഒരു മര്യാദയ്ക്ക് കൊണ്ടുവന്നുണ്ട്. ഓക്കെ, എന്തായാലും സെർവ് ചെയ്യണം. ഋഷിയ മാഡം, ഇതെന്ത് ഇങ്ങനത്തെ ചിരി? ഋഷിയ മിണ്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. മിണ്ടിക്കഴിഞ്ഞ അപ്പം എല്ലാവരും വിചാരിക്കും വീഡിയോ കാണുമ്പോൾ ഋഷ്യ എന്താ മിണ്ടാത്തത്, സൈലൻ്റ് ആണല്ലോ എന്നുള്ളത്. സൈലൻ്റ് ഒന്നും അല്ല, ഏറ്റവും വയലൻ്റ് മൂപ്പറാണ്. ആ കറി അയച്ചു കൊടുക്കണേ ഋഷ്യ? കൊടുക്കത്തോ, അത് നിലത്ത് പോവും. കൊടുക്ക് ചെല്ലേ, പാത്രം എടുത്തോ.
അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാന്ന് കഴിച്ച് എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കാലത്ത് കഴിച്ച്? ഞങ്ങൾ ചപ്പാത്തി കുറുമ കറി. തൽക്കാലം ഇപ്പോൾ ഇതിൽ നിർത്തുകയാണ്. ചപ്പാത്തി അല്ല പൊറോട്ട, അതാണ് പൊറോട്ടയും കുറുമ കറിയും. ചപ്പാത്തി വേണമെന്ന് ആരോ പറഞ്ഞു, അതോ പെട്ടെന്ന് ചപ്പാത്തി വന്നത്. ചപ്പാത്തി വേണ്ടാന്നാ പറഞ്ഞില്ലേ, മധുരം കാരണം അല്ലേ? ഞങ്ങൾ മേടിക്കുന്ന ചപ്പാത്തിക്ക് ഒരു ചെറിയൊരു മധുരം ഉണ്ടാകും കടയിൽ നിന്ന്, അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. പൊറോട്ട ആകുമ്പോൾ ഇച്ചിരി അവിടെ കിടന്നോളൂല്ലോ, ചോറൊക്കെ ആകുമ്പോഴേക്കും. വിശപ്പിനെ കൊല്ലണ സാധനമാണല്ലോ പൊറോട്ട. കുറുമ, അവിടുത്തെ കുറുമ അടിപൊളിയാണ്, ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. കുറുമ കളറിലും ലേശം വ്യത്യാസം ഉണ്ടാവും. വെള്ള ഗ്രീൻ പീസാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, കാരണം പച്ച ഗ്രീൻ പീസിന് ഭയങ്കര റേറ്റാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വെള്ള ഉപയോഗിക്കുന്നത്. ചായ ഞങ്ങൾ നേരത്തെ കട്ടൻ ചായ വെച്ച് കുടിച്ചു കേട്ടാ. വേണമെങ്കിൽ അപ്പോൾ ഒരു ഗ്ലാസ് കൂടി വെക്കാം. ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞിട്ട് വെക്കാം കേട്ടോ. തീർച്ചയായും പൊറോട്ട. എനിക്ക് ചപ്പാത്തി എന്ന് പറഞ്ഞാണ്. ചപ്പാത്തിയാണ് എപ്പോഴും ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിയാണ് കൂടുതൽ കഴിക്കുക, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, പൊറോട്ടയും കുറുമക്കറിയും. ഇല്ല അപ്പോൾ പാലൊക്കെ കുടിച്ച് കിടക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.